മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. നിങ്ങൾക്ക് ഈ മൂക്കിൻ്റെ വളവ് കാരണം സ്ഥിരമായിട്ട് മൂക്കടപ്പുണ്ടാവുക, ഒരു സൈഡ് മാത്രം ബ്ലോക്കേജ് ഉണ്ടാവുക, സ്ഥിരമായ തലവേദനയിലേക്ക് പോവുക, ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലിക്കുക, അതുപോലെ തന്നെ വായ തുറന്ന് ഉറങ്ങുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത ക്ഷീണം, ഇവ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എങ്കിൽ ഇവ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ടുള്ള കാര്യം, ഒരേ സൈഡിൽ കഴിയുന്നതും കിടന്നുറങ്ങരുത്. മൂക്കിൻ്റെ പാലത്തിന് ഏത് സൈഡാണോ വളവുള്ളത് ആ ഭാഗം താഴേക്ക് വെച്ച് കിടക്കുന്ന സമയത്ത് കൂടുതൽ നെയ്സൽ ബ്ലോക്ക് ഉണ്ടാവാനും നിങ്ങൾക്ക് ശ്വാസമുട്ട് കൂടുതൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. സൈഡ് ഇടയ്ക്കിടെ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങളുടെ ശ്വസനം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, AC നേരെ മുഖത്തേക്ക് അടിക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ കിടക്കാതിരിക്കുക. ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള എയർ നിങ്ങളുടെ മൂക്കിലേക്ക് അടിക്കുന്ന സമയത്ത് കൂടുതൽ ഡ്രൈനസ് മൂക്കിൽ ഉണ്ടാക്കുകയും നെയ്സൽ ലൈനിങ്ങിൽ സ്വെല്ലൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ സ്വെല്ലിംഗ് വരുന്ന സമയത്ത് മൂക്കിന് ഓൾറെഡി ഒരു സൈഡിലേക്ക് കൂടുതൽ ബ്ലോക്കുള്ള ആൾക്കാർക്ക് ശ്വാസം എടുക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പലരും മൂക്ക് വളരെ ശക്തമായിട്ട് ചീറ്റും. ഓൾറെഡി നിങ്ങളുടെ നെയ്സൽ ലൈനിങ് ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് ശക്തമായിട്ട് മൂക്ക് ചീറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇറിറ്റേഷൻ കൂടുകയും നിങ്ങൾക്കത് സൈനസൈറ്റിസിൻ്റെ ഇഷ്യൂസ് കൂട്ടാനും അതുപോലെ തന്നെ ചെവിയിലേക്കൊക്കെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ നാലാമത്തെ കാര്യം, ഒരേ തലയണ വർഷങ്ങളോളം നിങ്ങൾ ഉപയോഗിക്കരുത്. ഇതിൻ്റെ പഴക്കം കൂടുന്ന സമയത്ത് ഇതിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ എമൗണ്ടും കൂടുതലായിരിക്കും. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അലർജി ഉള്ള ആൾക്കാരിൽ സിംറ്റംസ് കൂട്ടുകയും മൂക്കടപ്പ് കൂടാനും സാധ്യതയുണ്ട്. ഈ അഞ്ചാമത്തെ കാര്യം, കുളി കഴിഞ്ഞ ഉടനെ, അതായത് നനഞ്ഞ മുടിയോടുകൂടി AC താഴത്ത് വന്നിരിക്കരുത്. ഇത് നിങ്ങളുടെ സൈനസ് ഡ്രെയിനേജ് കുറയ്ക്കുകയും നിങ്ങൾക്ക് സിംറ്റംസ് കൂട്ടുകയും ചെയ്യുന്നു. ഈ ആറാമത്തത്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അലർജി ഉള്ള ആൾക്കാർക്ക് ഇതൊരിക്കലും ഇഗ്നോർ ചെയ്യരുത്. കാരണം അലർജി ഉള്ള ആൾക്കാരിൽ ഓൾറെഡി നിങ്ങളുടെ നെയ്സൽ ലൈനിങ് കുറച്ച് സ്വലനാവുകയും മൂക്കടപ്പ് കൂടുതലുണ്ടാവുകയും ചെയ്യും. ഇതിനൊപ്പം തന്നെ നിങ്ങളുടെ ഒരു സൈഡിലുള്ള നെയ്സൽ ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംറ്റംസ് വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യും, ശ്വാസം എടുക്കാൻ അത്രയും ബുദ്ധിമുട്ടായിരിക്കും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അലർജിയുടെ കൂടെ തന്നെ ഈ നെയ്സൽ ഡീവിയേഷൻ കൂടെ ഉണ്ടെങ്കിൽ സിംറ്റംസ് വളരെ വേഴ്സായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് കൃത്യമായിട്ട് ചികിത്സ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് വളരെ മിസറബിളായിട്ട് തോന്നും. ഇത് കൃത്യമായിട്ട് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് നോർമലാണെന്ന് കരുതി ജീവിക്കരുത്. നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മൂക്ക് ഒരു വശം അടഞ്ഞാണോ ഇരിക്കുന്നത്, അതുപോലെ തന്നെ രാത്രി കിടക്കുന്ന സമയത്ത് വായ തുറന്നാണോ ഉറങ്ങുന്നത്, അങ്ങനെയാണെങ്കിൽ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. അലർജിയെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കാൻ വേണ്ടി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.